നിലവിൽ ആറന്മുള വലിയ ദുരന്തത്തെ നേരിടുകയാണ്. കാരണം ഈ റാന്നിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മുഴുവൻ ആറന്മുളയിലേക്കാണ് വരുന്നത്. അപ്പോൾ ആറന്മുള വലിയ ദുരന്തത്തെയാണ് ആറന്മുള നേരിടുന്നത്. ഇപ്പോൾ ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീണ്ടും വീണ്ടും തുറക്കേണ്ടതായ സ്ഥിതി. ഇപ്പോൾ 20-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആറന്മുള മാത്രമുണ്ട്. വലിയ ദുരന്തത്തെയാണ് നേരിടുന്നത്. സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം എല്ലാ ക്യാമ്പിലും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ക്യാമ്പുകളിലേക്ക് വന്ന ആളുകളുണ്ട്. അപ്പോൾ ക്യാമ്പുകളിൽ പരമാവധി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനിയും ക്യാമ്പ് തുടങ്ങണമെങ്കിൽ അതിനു വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇനി വെള്ളം ഇവിടെ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇറങ്ങി തീരാൻ വൈകുന്നേരമാകും. അപ്പോൾ അങ്ങനെ ഇറങ്ങി തീർന്നാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ക്ലീൻ ചെയ്ത് നാളെ എല്ലാവർക്കും വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഈ വെള്ളം ഇറങ്ങി തീരുമ്പോഴാണ് മറ്റു വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിനെയും നേരിടാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നതാണ്. മന്ത്രി അടക്കമുള്ളവർ, മന്ത്രി ആറന്മുളയുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹം ആറന്മുളയിൽ തന്നെയായിരുന്നു. ആറന്മുള റെസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് അദ്ദേഹം കോർഡിനേഷൻ നടത്തുന്നുണ്ട്. കളക്ടർ, SP എല്ലാവരും ഉണ്ട്. പുനരധിവാസം ഉൾപ്പെടെ എന്തെങ്കിലും? അതാണ് ഇനി ഒരു കാരണം വലിയ ദുരന്തത്തെയാണ് നമ്മൾ 2018 നേരിട്ട ആ വലിയ ദുരന്തത്തെ തന്നെയാണ് ആറന്മുള നേരിടുന്നത്. അപ്പോൾ അതിന് വേണ്ടതായ പുനരധിവാസ പാക്കേജുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അത് ഇതിന് ശേഷം ചർച്ച ചെയ്യാവുന്നതാണ്. ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നീക്കാനുള്ള ഉണ്ട്. മന്ത്രി വളരെ വൈകിയും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയും അദ്ദേഹം ഉണ്ടായിരുന്നു. റെസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ക്യാമ്പുകളിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ക്യാമ്പുകളിൽ ഇവിടെ ആറന്മുള സ്കൂളാണ്. ഇവിടെ ആവശ്യത്തിന് സൗകര്യമുണ്ട്. ഫുഡ് ഇന്നലെ പാക്ഡ് ഫുഡാണ് ഇന്നലെ എത്തിച്ചത്. ഇന്ന് രാവിലെയും ഇപ്പോൾ ഒരു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പാക്ഡ് ഫുഡ്, രാവിലത്തെ ഫുഡ് വരും. അവിടെ കിച്ചൺ ആരംഭിച്ചിട്ടുണ്ട്. കിച്ചണിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ല. പലയിടത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മൾ പലരോടും ക്യാമ്പിലേക്ക് മാറാൻ പറഞ്ഞു. പക്ഷെ പലരും മാറിയില്ല. പലരും നിർബന്ധിച്ചു. നമ്മളിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ അതവർ പലരും ചെയ്തില്ല. അതുകൊണ്ട് രാത്രി പലരും കുടുങ്ങിപ്പോയ അവസ്ഥയുണ്ട്. അവരൊക്കെ രാത്രി കുറേ പേരെ മാറ്റി ഇപ്പോഴും അവിടെ നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങുന്ന മുറയ്ക്കും അല്ലാതെയും ഒക്കെ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും സംഘങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. പ്രതീക്ഷിച്ചില്ലെന്നാണ് പറഞ്ഞത്. അതാണ് അവർ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഒരു 10% റിസ്ക് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാറണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ പിന്നെ ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെള്ളവുമായി അടുത്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് അതിന്റെ ഗതിയും ഒക്കെ അറിയാവുന്നവരാണ്. പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് മഴയും വെള്ളവും ഒക്കെ വന്നത്. അപ്പോൾ അതിൻ്റെതായ വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷിക്കാത്തതിന്റെ ദുരന്തം ഉണ്ടായി. അതുകൊണ്ടാണ് രാത്രി ഏറെ വൈകി 2 മണിക്ക് 3 മണിക്കൊക്കെ ഈ ക്യാമ്പിൽ വന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സദ്യ അടക്കം മാറ്റിവെക്കേണ്ട സദ്യ ഇപ്പോൾ ഇന്നലെ ക്രമീകരണങ്ങൾ മാത്രമായി, അത് ചടങ്ങ് മാത്രമായി അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം പള്ളിയോടങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ഇന്ന് വള്ളസദ്യ ഇല്ല. ഇപ്പോൾ നമ്മൾ നാളെ മുതൽ അത് എന്ത് ക്രമീകരണം വേണമെന്നുള്ളത് പള്ളിയോട സേവാ സംഘവും ക്ഷേത്രവും ദേവസ്വവും എല്ലാം ചേർന്ന് അത് തീരുമാനിക്കും.